نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزه نکن زندگی موزه എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട നമ്മുടെ LSS പ്രിയപ്പെട്ട ചക്രമൊക്കെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായി നിൽക്കുകയാണോ? സെറ്റ് അല്ലേ റെഡി അല്ലേ? LSS ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ? ഏതാനും ദിവസങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ LSS അല്ലേ? പേടിപ്പിക്കുകയാണോ? എന്ത് പേടി? നിങ്ങൾക്ക് എന്ത് പേടിയാണുള്ളത്? നിങ്ങൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആരെങ്കിലും പേടിപ്പിക്കുന്നുണ്ടോ? പരീക്ഷ എടുത്ത് നിങ്ങൾ എന്തിന് പേടിക്കാടാ? നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നില്ലേ? കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നില്ലേ? ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കുന്നില്ലേ? പിന്നെ എന്താ, രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുന്നില്ലേ? രാത്രി നിങ്ങൾ പഠിക്കുന്നില്ലേ? സ്കൂളിൽ നിന്ന് നിങ്ങൾ പഠിക്കുന്നില്ലേ? ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നില്ലേ? ഇല്ലേ പിന്നെ എന്തിന് പേടിക്കുക? LSS എന്ന് പറയാൻ നമുക്ക് കിട്ടിയിരിക്കും, അത് ഉറപ്പാണ്. സിമ്പിൾ ആണ് നമുക്ക് കിട്ടാൻ. ഒന്നാമത്തെ ഘട്ടം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒന്നാമത്തെ ഘട്ടം നമ്മൾ വിജയിച്ചു ഇല്ലേ? എന്താണ് ഈ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്? എന്താണ്? LSS നമ്മുടെ സ്കൂളിൽ നിന്ന് നമ്മളെ സെലക്ട് ചെയ്തോ? ഇത്രയും കുട്ടികൾ 4ാം ക്ലാസ്സിൽ ഉണ്ടായിട്ട് അതിൽ നിന്നൊക്കെ കുട്ടികളെ മാറ്റി നിർത്തി നിങ്ങളെ മാത്രം ഇങ്ങോട്ട് പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഒന്നാമത്തെ വിജയം എന്ന് പറയുന്നത്. അല്ലേ? നിങ്ങളൊന്ന് പറ വിജയിച്ചടോ? നമ്മൾ വിജയിച്ച് പിന്നെന്താ? ഇനി ഒന്നും പഠിക്കണ്ട, നമ്മൾ വിജയിച്ചു. സാറ് പറഞ്ഞിട്ടുണ്ട്, ടെക്നിയ വേൾഡ് ലിറ്റിലെ ഷമീൽ സാറ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വിജയിച്ചു, ഇനി നിങ്ങളൊന്നും പഠിക്കണം. അങ്ങനെ ഒരു അർത്ഥം ഇതിനില്ല കേട്ടോ. പഠിക്കണം. നമുക്ക് പഠിക്കാൻ പറ്റുന്ന അത്രയും നമ്മൾ പഠിക്കണം. എന്നിട്ട് എന്തിനു വേണ്ടിയാ നമ്മൾ പഠിക്കുന്നത്? ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്. LSS നമുക്ക് കിട്ടി, അത് നമ്മൾ വിജയിച്ച്. അതിലൊരു ഇതുമില്ല, അതിലൊന്നുമില്ല. ഇല്ലല്ലോ. LSS കിട്ടിയാൽ എന്തൊക്കെയാ? ചില ആളുകൾക്ക് എന്തൊക്കെയോ അല്ലേ, കേക്ക് മുറിക്കുന്നവരുണ്ടാവും, അതേപോലെ എവിടെയെങ്കിലും ട്രിപ്പ് പോകുന്നവരുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഓഫർ ചെയ്തവരുണ്ടാവും. ഇതൊക്കെ ഉണ്ടാവില്ലേ? എനിക്കെന്താണ് കിട്ടുക? നിങ്ങൾ LSS ജയിച്ചു കഴിഞ്ഞാൽ എനിക്കെന്താ ഉണ്ടാവുക? എനിക്കെന്താ കൊണ്ടുതരുന്നത്? ഓക്കെ, ഒന്നും വേണ്ടടാ മക്കളെ. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പഠിച്ച് നല്ലൊരു നിലയിലെത്തുക. അതാണ് നല്ലൊരു നിലയിലെത്തുക. നന്നായിട്ട് പഠിക്കുക, നല്ലൊരു നിലയിലെത്തുക, അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അല്ലേ? ഓക്കെ, റെഡി. നമ്മൾ നേരെ പോവാണ്, ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാണ്. അതിനു മുമ്പേ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ ചുവന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അത് ഞെക്കിക്കഴിഞ്ഞാൽ അത് സബ്സ്ക്രൈബ് എന്ന് കാണിക്കും. ബിഡ് എന്ന് കാണിക്കും, സബ്സ്ക്രൈബ്. ഓക്കെ, റെഡി. അപ്പൊ ആ ഒരു ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ലൈവ് കമന്റ് ഉണ്ട് ഇല്ലേ? കാണുന്നില്ലേ? ഇങ്ങനെ ചെറപ്പുറാന്ന് പറഞ്ഞ അടിയിൽ ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ പോകുന്ന വാരി എറിയുന്ന കമന്റുകൾ. നമ്മുടെ മക്കളുകൾ ഉണ്ടല്ലോടാ മക്കളെ, അവിടെ ഒരുപാട് മക്കളുകൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴേക്ക് ഉത്തരം പറയാൻ റെഡിയായി സെറ്റായി നിൽക്കുന്ന ഒരുപാട് മക്കളുകളുണ്ട്. അവരൊക്കെ എന്താണെന്നറിയോ? ചോദ്യങ്ങൾ ചോദിക്കും, ഉത്തരങ്ങൾ ഇങ്ങനെ ഫയറിംഗ് പോലെ ഇങ്ങനെ ഇട്ട് വരും. അതാണ് അവരുടെ ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത്. അത് കൂട്ടത്തിൽ പുതിയതായിട്ട് വന്ന മക്കളുണ്ടെങ്കിൽ നിങ്ങൾക്കും എന്ത് ചെയ്യാം? ഉത്തരങ്ങൾ അവിടെ പറയാം. ഇവിടെയൊന്നും നമ്മൾ ചോദ്യങ്ങൾ കാണിച്ചു തരില്ല. നമ്മൾ ഇവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ തരുന്നത് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലാണ്. വാട്സപ്പ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, അതിൽ എങ്ങനെ ജോയിൻ ചെയ്യാം? നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, അതേപോലെ ഫസ്റ്റ് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക്. അതെന്ത് ചെയ്യാം? അതിലേക്ക് കൊടുക്കാം. അതിലേക്ക് കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? അതിൽ ജോയിൻ ചെയ്യുക. അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ കയറി ഒന്ന് ഫോളോയും ചെയ്യാം. ഓക്കെ, റെഡി. നമുക്കൊരു ഫാമിലി ഒക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോവാം. റെഡി? സെറ്റ് ആണോ? പവർ ആണോ? റെഡി ആണോ? സെറ്റ് അല്ലേ? ഞാനിങ്ങനെ സെറ്റ് അല്ലേ എന്ന് ചോദിച്ചു മക്കളെയൊക്കെ അങ്ങനെ കുത്തി ഇവിടെ കൈൻ്റെ ഒക്കെ തയമ്പായിട്ടുണ്ട് തോന്നുന്നു. മക്കളൊക്കെ നല്ല കുത്തിയാൽ മതി കേട്ടോ. ഓക്കെ, റെഡി. നേരെ നമ്മൾ പോവാണ്. എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? ദുബായ് വഴി ഖത്തർ അല്ലെ മസനഗുഡി വഴി ഊട്ടിയിലേക്കാണോ നമ്മൾ പോകുന്നത്? എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി നമ്മൾ പോവാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി. എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്? ഇന്ന് നമ്മൾ ഇംഗ്ലീഷിന്റെ ചോദ്യമാണ് ചോദിക്കുന്നത്. ഇംഗ്ലീഷിലേക്ക് നമ്മൾ പോവാം. fill in the blanks using suitable word. Okay, when other children laughed, Pingala dashed them. എന്താണ് അവിടെ ഡാഷിൽ എന്താണ് നമ്മൾ എഴുതേണ്ടത്? ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് fill in the blanks ആണ്, using suitable word. അപ്പൊ suitable word നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ് ചേർത്തിട്ട് അവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബ്രാക്കറ്റിൽ ഒന്നും കൊടുത്തിട്ടില്ല. ഇവിടെ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ചോദിച്ചിട്ടുണ്ടെങ്കിൽ when other children laughed Pingala dashed them. ആ ഒരു ഡാഷിൽ നമ്മൾ എന്താണ് നമ്മൾ അവിടെ ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ എന്താണ് നമ്മൾ അവിടെ എഴുതി കൊടുക്കുക? ഉറങ്ങ. ഇത്ര നേരത്തെ ഉറങ്ങും ആരെങ്കിലും? അത് എന്തിനാ ഉറങ്ങുന്നേ? ചിരിക്കുകയാണ് ഉറങ്ങാൻ ചോദിച്ചിട്ട്. എന്തിനാ വരുന്നേ? എന്താ ഇവന് നേരത്തെ ചിരിക്കുന്നുണ്ട്? നിങ്ങളൊക്കെ എത്ര നേരത്തെ ഉറങ്ങുമോ? അല്ലല്ലോ, ഇവനിങ്ങനെ ചിരിക്കും. ഓ മൈ ഗാഡ്. ഒരു ഹായ് പറഞ്ഞു. ഹായ് പറയും. ഹായ്. ഇനി ഞാനോ ക്ലാസ് എടുക്കുന്നത്? അല്ലല്ലോ. മൈ ഗാഡ്. ശരി, നേരത്തെ ആയി വീഡിയോയിലൊന്ന് കാണിക്കോ, എന്നെ വീഡിയോയിലൊന്ന് കാണിക്കോ എന്ന് ചോദിച്ചു നേരത്തെ ആയി വരുന്നു. ഒന്ന് കാണിച്ചതാട്ടോ. ഓരേ എടാ ക്യാമറ തട്ടല്ലേ. നിലത്തിട്ടോ പേപ്പറുകളൊക്കെ അവിടെ നിന്നോട്ടെ. അടയ്ക്കട്ടെ, എടുക്കാം. അപ്പൊ ഒന്നാമത്തെ ചോദ്യം എന്ന് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താ? വേണ്ട, മിക്സ് ആക്കല്ലടാ. എന്റെ ചോദ്യം ഉത്തരമൊക്കെ പോയി മിക്സ് ആക്കി. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് when other children laughed Pingala ignored them. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. A soft wind carried the dash of wildflowers into the room. A soft wind carried the dash of wildflowers into the room. ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള വരികളാണിത്. ഇല്ലേ? ഓർക്കുന്നുണ്ടോ കുഞ്ഞാടുകളെ? ഓർക്കുന്നുണ്ടോ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ വരികളാണിത്. വേഗം എഴുതിക്കോളൂ. കമന്റ് ബോക്സ് അതാ വെറുതെ കിടക്കുന്ന, ഒഴിഞ്ഞു കിടക്കുന്ന, അതിൻ്റെ അകത്ത് എഴുതൂ. അതിൻ്റെ അകത്ത് എഴുതൂ. സ്കൂളിലെ കഞ്ഞിത്താത്തക്ക് കൂട്ടിനായി സുന്ദരനായ ഒരു കൊട്ടക്കൈലുണ്ട്. അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ആൻസർ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമല്ലോ. എന്താണ് ആൻസർ വരുന്നത്? ഫ്രാഗ്രൻസ് ആണ് അല്ലെ? അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. ഫൈൻഡ് ഔട്ട് ദ ആൻസർ ഓഫ് ഫോളോയിങ് റിഡിൽ. മൈ നേറ്റീവ് പ്ലേസ് ഈസ് ഇൻ ദ സീ. ഓക്കെ. ഐ ആം ആസ് വൈറ്റ് ആസ് സ്നോ. വെൽ when I fall back to water as disappear without a trace, who am I? My native place is the sea. I am as white as snow. When I fall back to water, I disappear without a trace. Who am I? Who am I? Who am I? ഉപ്പ്. എന്താ ഉത്തരം വരുന്നത്? ഉപ്പാണ്, സോൾട്ട് ആണ് അല്ലെ? നേരെ നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. അടുത്തത് റീഅറേഞ്ച് ദ വേർഡ്സ് ടു മേക്ക് മീനിങ്ഫുൾ സെന്റൻസ്. ഓക്കെ, ഇതേപോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുള്ള കാര്യം 100% ഷുവർ ആണ്. റീഅറേഞ്ച് ചെയ്യാൻ. കാരണം എന്താണെന്നറിയോ? കാരണം കഴിഞ്ഞ പരീക്ഷയിലൊക്കെ ചോദിച്ചിട്ടുണ്ട് ഈ റീഅറേഞ്ച് ചെയ്യാൻ. നോക്കാം നിങ്ങൾ. സോ വെൽ ഷൂസ് ദ ആർ മെയ്ഡ്. ഇതിൽ ഏതാണ് വരിക? സോ വെൽ ഷൂസ് ദ ആർ മെയ്ഡ്. എഴുതി വെച്ചോ. സോ വെൽ ഷൂസ് ദ ആർ മെയ്ഡ്. ഇതിൽ ഏതാണ് വരിക? എങ്ങനെയാണ് അത് റീഅറേഞ്ച് ചെയ്യുന്നത്? റീഅറേഞ്ച് ചെയ്ത് അത് എങ്ങനെയാണ് ഒരു മീനിങ് ഫുൾ വേർഡ് ആക്കി മാറ്റുന്നത്? എങ്ങനെയാണ്? റീഅറേഞ്ച് ദ വേർഡ്സ് ടു മേക്ക് എ മീനിങ് ഫുൾ സെന്റൻസസ് ആണ്. സോ വെൽ ഷൂസ് ദ ആർ മെയ്ഡ്. എങ്ങനെ എഴുതാം? The shoes are so well made. The shoes are so well made. അല്ലേ? ഓക്കെ. ഇനി അടുത്തത് നമ്മളോട് ഒരു ഡയറി എഴുതാൻ വേണ്ടി പറയാം. ഡയറി എങ്ങനെയാണ് ഒരു ഡയറി എഴുതുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് വേണം. ഈ ഒരു ഡയറിക്ക് നമുക്ക് തരുന്ന മാർക്ക് എത്രയാ? 1 ആണോ 2 ആണോ? അല്ല, 3 മാർക്കാണ് ഒരു ഡയറിക്ക് നമുക്ക് തരുന്നത്. ആ ഡയറി എങ്ങനെയാണ് എഴുതുന്നതെന്ന് വെച്ചാൽ ഡയറിക്ക് ഒരു ഫോർമാറ്റ് ഉണ്ട്. അതനുസരിച്ച് അതിന്റെ രീതിയിൽ നമ്മൾ ഡയറി എഴുതണം. വേണ്ടേ? ചോദ്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. അന്ന ആൻഡ് ദ ഫാറ്റ് ബോയ് സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം അറ്റ് ദ റിവർ സൈഡ്. They launched paper boats in the stream. She was happy to get a new friend. She returned home happily. Anna scribbled her feelings in her diary. What will Anna write in her diary?
എന്തായിരിക്കും അന്നത്തെ ദിവസം ഫാറ്റ് ബോയുമായിട്ട് അവർ ഒരുപാട് സമയം അവിടെ ഇരുന്ന് സംസാരിച്ചിട്ടു അല്ലെ. ആ ഒരു അന്നത്തെ ദിവസം അവൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഡയറിയിൽ എഴുതിയിട്ടുണ്ടാവുക എന്നുള്ള ഒരു സംഭവമാണ് നമ്മൾ എഴുതേണ്ടത് അല്ലെ. അതാണ് നമ്മൾ എഴുതേണ്ടത്. ഏതാണ് നമ്മൾ എഴുതേണ്ടത്? അതാണ് നമ്മൾ എഴുതേണ്ടത് അല്ലെ. ഓക്കെ, ആ ഒരു സംഭവം നമ്മൾ എഴുതി കൊടുക്കുമ്പോൾ നമുക്ക് അതിന് ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും ഇല്ലേ. ഓക്കെ, അതേപോലെ തന്നെ ഡയറി, കോൺവെർസേഷൻ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ വേണ്ടി പറ്റണം? എഴുതാൻ വേണ്ടി കഴിയണം. അങ്ങനെ എഴുതാൻ വേണ്ടി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ്. നേരെ പോവാണ്. നമ്മൾ എങ്ങോട്ടേക്കാണ് നേരെ പോകുന്നത്? മസനഗുഡി വഴി ഊട്ടിയിലേക്കല്ല, അതിന്റെ കാലം കഴിഞ്ഞു. ഇപ്പം വേറെ എങ്ങോട്ടെങ്കിലും പോകേണ്ടി വരും. മസനഗുഡി വഴി ഊട്ടിയിൽ പോകുന്നില്ല. 19ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ 2023 അന്താരാഷ്ട്ര പ്രാധാന്യം എന്ത്? 2024 ഏത് വർഷമായിട്ടാണ് ആചരിക്കുന്നത് നമ്മൾ പഠിച്ചത്? വേഗം പറഞ്ഞോ. 2024 എന്ന് പറയുന്നത് ഏത് വർഷമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്? ഏത് വർഷ? ഒട്ടക വർഷമായിട്ടാണ്. ഏത് വർഷമാണ്? ഒട്ടക വർഷം. 2024 ഒട്ടക വർഷമായിട്ടാണ് ആചരിക്കുന്നത്. എന്തിൽ? 2023 എന്ന് പറയുന്നത് ഏത് വർഷമായിട്ടാണ് നമ്മൾ ആചരിച്ചത്? ഒട്ടകത്തെ തട്ടിക്കോ 2023 അന്താരാഷ്ട്ര പ്രാധാന്യം എന്താണെടാ മക്കളെ? നമുക്ക് എഴുതി കൊടുക്കാം. 2023 അന്താരാഷ്ട്ര പ്രാധാന്യം എന്ന് പറയുന്നെങ്കിൽ ചെറുധാന്യ വർഷമാണ്. 2023 ചെറുധാന്യ വർഷമായിരുന്നു. നേരെ പോവാണ് നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക്. നേരെ പോവാണ്. ഇടയ്ക്ക് സ്റ്റോപ്പ് ഒന്നുമില്ല. ഇത് ലിമിറ്റഡ് സ്റ്റോപ്പാണ്. മിന്നലാണ്. KSRTC മിന്നൽ കണ്ടിട്ടുണ്ട്. ഒരു മിന്നൽ പോകുന്ന പോലെ അപ്പം ഒരു പോക്കായിരിക്കും. ആമ്പ സ്പീഡായിരിക്കും. 2022 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആർക്കാണ്? മക്കളെ, നമ്മളോട് ഈ വർഷത്തത് മാത്രമല്ല കേട്ടോ ചോദിക്കുക. കഴിഞ്ഞ 2-3-4 വർഷങ്ങൾ, ഒരു 3-4 വർഷങ്ങൾ വരെയുള്ള ആ ഒരു പുരസ്കാരങ്ങളെ പറ്റിയൊക്കെ നമ്മളോട് ചോദിക്കും. അങ്ങനെ ചോദിച്ചാൽ ഒന്നുമില്ലെങ്കിൽ ഈ കഴിഞ്ഞ ഒരു 2 വർഷത്തത് 2023, 2022, 23, 24 എന്തായാലും അറിയണം. 23ഉം 22ഉം ഒക്കെ നമ്മളൊന്ന് നോക്കി വെക്കണം. അതിൽ നിന്നും നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കാം. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2022 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? പറഞ്ഞോ. സേതുമാധവനാണ് കേട്ടോ. ആർക്കാണ്? സേതുമാധവനാണ്. നേരെ നമ്മൾ പോവാണ്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി കേരള സർക്കാരും എക്സൈസ് വകുപ്പും ചേർന്ന് ആവിഷ്കരിച്ച പദ്ധതി ഏത്? ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി കേരള സർക്കാരും എക്സൈസ് വകുപ്പും ചേർന്ന് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ഏത് പദ്ധതിയാണ്? ആ പദ്ധതിയുടെ പേരാണ് എന്താണ്? ആ പദ്ധതിയുടെ പേരാണ് വിമുക്തി. എന്താണ് ആ പദ്ധതിയുടെ പേര്? വിമുക്തി എന്നാണ് ആ പദ്ധതിയുടെ പേര്. നേരെ പോവാണ്. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഫുട്ബോൾ കളിയുമായി ബന്ധപ്പെടാത്തത് ഏത്? കിക്ക് ഓഫ്, ത്രോ ഇൻ, ഇന്നിങ്സ്, പെനാൽറ്റി ക്ലിക്ക്. ഫുട്ബോൾ കളിയുമായി ബന്ധപ്പെടാത്തത് ഏതാണ്? കിക്ക് ഓഫ്, ത്രോ ഇൻ, ഇന്നിങ്സ്, പെനാൽറ്റി കിക്ക്. ഇതിൽ ഏതാണ് ഫുട്ബോൾ കളിയുമായി ബന്ധപ്പെടാത്തത്? ഏതൊക്കെയാണ്? കിക്ക് ഓഫ് ഉണ്ട്, ത്രോ ഇൻ ഉണ്ട്, ഇന്നിങ്സ് ഉണ്ട്, പെനാൽറ്റി ക്ലിക്ക് ഉണ്ട്. ഇതിൽ ഏതാണ് ഫുട്ബോൾ കളിയുമായി ബന്ധപ്പെടാത്തത്? ഇതിൽ 3 എണ്ണം ഫുട്ബോൾ കളിയുമായി ബന്ധമുള്ളതും 1 ഫുട്ബോൾ കളി ബന്ധമില്ലാത്തതും. അത് ഏതാണെന്ന് ചോദിക്കുന്നത്. ഏതാണ്? ഇന്നിങ്സ് ആണ് അല്ലെ. ഇന്നിങ്സ് എന്ന് എഴുതിയ ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും എഴുതിയിട്ടുണ്ടാവില്ലേ? നിങ്ങൾക്ക് അറിയല്ലേ? ഓക്കെ, റെഡി. നേരെ നമ്മൾ പോവാണ്. മുനിസിപ്പാലിറ്റിയുടെ വാർഡ് അംഗത്തിന് വിളിക്കുന്ന പേരെന്താണ്? മുനിസിപ്പാലിറ്റി, ഗ്രാമപഞ്ചായത്തിലെ വാർഡ് അംഗത്തിനെ വിളിക്കുന്ന പേരാണ് മെമ്പർ അല്ലെ. പഞ്ചായത്തിലെ വാർഡുകളിൽ ഉണ്ടാവുന്ന ആ ഒരു അംഗത്തിന് വിളിക്കുന്ന പേരെന്താ? മെമ്പറാണ്. ഇവിടെ ചോദിച്ച ചോദ്യം എന്താ? മുനിസിപ്പാലിറ്റിയുടെ വാർഡ് അംഗത്തിന് വിളിക്കുന്ന പേരെന്ത്? വാർഡ് മെമ്പർ, മേയർ, ചെയർമാൻ, കൗൺസിലർ. വാർഡ് മെമ്പർ, മേയർ, ചെയർമാൻ, കൗൺസിലർ. ആരാണ്? മുനിസിപ്പാലിറ്റിയുടെ വാർഡ് അംഗത്തിന് വിളിക്കുന്ന പേരാണ് കൗൺസിലർ. ആരാണ്? കൗൺസിലർ. മറന്നു പോവുക ഇല്ലല്ല. ഓക്കെ, റെഡി. നേരെ നമ്മൾ അടുത്തേക്ക് പോവാണ്. നൽകിയിരിക്കുന്ന സൂചനകളിൽ നിന്ന് കലാരൂപത്തെ തിരിച്ചറിയുക. കലകളുടെ മുത്തശ്ശി എന്നറിയപ്പെടുന്നു.
മിഴാവ് വാദ്യോപകരണം. ഇപ്പൊ തന്നെ ഉത്തരം കിട്ടിയിട്ടുണ്ടാവില്ല, എനിക്കറിയാം. നാം ഒന്നുകൂടി ചോദിക്കട്ടെ. സംസ്കൃത നാടക അഭിനയ സമ്പ്രദായത്തിലുള്ള കലകളുടെ മുത്തശ്ശി എന്നറിയപ്പെടുന്നു മിഴാവ് വാദ്യോപകരണം. സംസ്കൃത നാടക അഭിനയ സമ്പ്രദായത്തിലുള്ള കല. കഥകളി, ചാക്യാർ കൂത്ത്, കൂടിയാട്ടം, ഓട്ടൻ തുള്ളൽ. ഏതാണ്? വേഗം പറഞ്ഞോളൂ. ഏതാണ് സംസ്കൃത നാടക അഭിനയ സമ്പ്രദായത്തിലുള്ള കല എന്ന് പറയുന്നത്? ഏതാണ്? കഥകളിയാണോ, ചാക്യാർ കൂത്താണോ, കൂടിയാട്ടമാണോ, ഓട്ടൻ തുള്ളലാണോ? ഏതാണ്? പറഞ്ഞോളൂ. ഏതാണ്? വേഗം പറഞ്ഞോളൂ. ഏതാണെന്നുള്ളത് വേഗം പറഞ്ഞോളൂ. ഏതാണെടാ മക്കളെ? കൂടിയാട്ടമാണ്. ഏതാണ്? കൂടിയാട്ടം അല്ലേ? നേരെ പോവാണ്. നമ്മൾ അടുത്തതിലേക്കാണ് നമ്മൾ പോകുന്നത്. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ദൗത്യം. വേഗം പറഞ്ഞത് വളരെ ഈസിയാണ്. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ദൗത്യം ഏതാണ്? ഗഗൻയാൻ ആണ് അല്ലെ? ഗഗൻയാൻ. ബ്രഹ്മപുരം ഏത് ജില്ലയിലാണ്? കോട്ടയം, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം. ഇതിലെവിടെയാണ് ബ്രഹ്മപുരം എന്ന് പറയുന്നത്? എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അല്ലെങ്കിൽ ബ്രഹ്മപുരം ഏത് ജില്ലയിലാണ്? എറണാകുളത്താണോ, കോട്ടയത്താണോ, തിരുവനന്തപുരത്താണോ, പത്തനംതിട്ടയിലാണോ? എവിടെയാണ്? പറഞ്ഞോളൂ. വേഗം പറഞ്ഞോളൂ. ബ്രഹ്മപുരം ഏത് ജില്ലയിലാണ്? ബ്രഹ്മപുരം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. എവിടെയാണ്? എറണാകുളം ജില്ലയിൽ. നേരെ നമ്മൾ പോവാണ്. ദയാബായി ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ദയാബായി. ആരാണ്? ദയാബായി. പേര് മറന്നു പോകാൻ പാടില്ല. ദയാബായി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? നൃത്തം, സിനിമ, പത്രപ്രവർത്തനം, സാമൂഹിക പ്രവർത്തനം. നൃത്തം, സിനിമ, പത്രപ്രവർത്തനം, സാമൂഹിക പ്രവർത്തനം. ഇതിൽ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ് ദയാബായി? വേഗം പറഞ്ഞോളൂ. ഉത്തരം വേഗം പറഞ്ഞോളൂ. ഈസിയിൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഉത്തരം പറഞ്ഞോളൂ. ഏത് മേഖലയുമായിട്ടാണ് ദയാബായി ബന്ധപ്പെട്ടിരിക്കുന്നത്? പറഞ്ഞോളൂ. പറയടാ മക്കളെ, പറയൂ. ഏത് മേഖലയുമായിട്ടാണ് ബന്ധപ്പെട്ടത്? സാമൂഹിക പ്രവർത്തനം അല്ലെ? സാമൂഹിക പ്രവർത്തനവുമായിട്ടാണ് ദയാബായി ബന്ധപ്പെട്ടിരിക്കുന്നത്. നേരെ നമ്മൾ പോവാണ്. വരയാടുകൾക്ക് പ്രശസ്തമായ കേരളത്തിലെ ദേശീയ ഉദ്യാനം അല്ലെങ്കിൽ ദേശീയോദ്യാനം ഏതാണ്? വരയാടുകൾക്ക് പ്രശസ്തമായ കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ്? പെരിയാറ്, ഇരവികുളം, സൈലന്റ് വാലി, പാമ്പാടും ചോല. ഇതിലേതാണ് വരയാടുകൾക്ക് പ്രശസ്തമായ കേരളത്തിലെ ദേശീയോദ്യാനം? ഏതാണ്? പെരിയാറാണോ, ഇരവികുളമാണോ, സൈലന്റ് വാലിയാണോ, പാമ്പാടും ചോലയാണോ? ഏതാണോ? വേഗം പറഞ്ഞോ. വരയാടുകൾക്ക് പ്രശസ്തമായ കേരളത്തിലെ ദേശീയോദ്യാനം എന്ന് പറയുന്നത് ഏതാടാ ചക്കര മക്കളെ? പറയടാ. ഏതാടാ? ഇരവികുളമാണ്. ഇരവികുളം. ഞാൻ ഇങ്ങനെ പാട്ടൊക്കെ ഇടാ മക്കളെ, പാട്ടൊക്കെ പാടാൻ വേണ്ടി ഞാൻ എന്നോട് മറന്നുകൂടാ പാട്ട് പാടാൻ. ഞാൻ കുറേ പുതിയ പാട്ട് ഏതാ? ഇന്നലകളെ അതൊക്കെ പാടിയതാണല്ലോ. പുതിയൊരു പാട്ട് പറഞ്ഞോണ്ടോ പാടാൻ? അമ്പിളിച്ചെരുള്ള ഇമ്പർമണമുള്ള. ഇനി പാട്ട് പാടും. അമ്പിളിച്ചെരുള്ള പാടുവോ? കമോൺ പാട്ട് ഉറപ്പാണോ? റെഡി? എന്നാ പഠിക്കോ. അമ്പിളിച്ചെരുള്ള ഒപ്പം പാടണേ. റെഡി? പഠിക്കോ. എന്റെ മോള് നിന്നോ? ഓക്കെ, റെഡി? പഠിക്കോ. നേരെ നിക്ക്. എന്നിട്ട് പഠിക്കാം. അമ്പിളിച്ചെരുള്ള പാട്. വേഗം പാട്. വെയിറ്റ് ചെയ്യാ, കുട്ടികളൊക്കെ വെയിറ്റ് ചെയ്യാ. നേരെ നിക്ക്. മോനെ പിന്നുണ്ടോ? ഇനിയുണ്ടോ? അടിപൊളിയായിട്ടോ പാട്ട്. രസയില്ല. ഇനി പോയി കിടന്നു കേട്ടോ. ഇനി ഇങ്ങോട്ട് വരണ്ട കേട്ടോ. വൈക്ക് വരണ്ട. നല്ല പാട്ടായിരിക്കും. നല്ല അടിപൊളി. ഓക്കെ, റെഡി? അവിടെ പോയിരുന്നു. റെഡി. നമ്മൾ നേരെ പോവാണ് മക്കളെ. അടുത്ത് ചെറിയ കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞ് നമ്മൾ വേഗം നിർത്തും. പരിസര പഠനത്തിലേക്ക് പോവാണ് നമ്മൾ. പരിസര പഠനത്തിൽ നമ്മൾ ഒന്നാമതായിട്ട് നമുക്ക് ഇവിടെ കാണുന്നത് എന്താണെന്നറിയാം? ചോദ്യത്തിൽ കാണുന്നത് ഒരു പരീക്ഷണമാണ്. പരീക്ഷണം എഴുതാൻ എന്തായാലും പരിസര പഠനത്തിൽ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. പരീക്ഷണ കുറിപ്പ് തയ്യാറാക്കാൻ കേട്ടോ. ഓക്കെ, നോക്കാം. ഇവിടെ ഐസ്, അടപ്പുള്ള സ്റ്റീൽ പാത്രം, സ്റ്റൗ, തീപ്പെട്ടി. മുകളിൽ കൊടുത്തിരിക്കുന്ന സാമഗ്രികൾ മാത്രം ഉപയോഗപ്പെടുത്തി ജലത്തിന്റെ ഏതൊക്കെ അവസ്ഥകൾ വിശദീകരിക്കാനാവും? രൂപകൽപ്പന ചെയ്ത് പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുക.
മുകളിൽ കൊടുത്തിരിക്കുന്ന സാമഗ്രികൾ ഏതൊക്കെയാണ് ഐസ് ഉണ്ട്, അടപ്പുള്ള സ്റ്റീൽ പാത്രമുണ്ട്, സ്റ്റൗ ഉണ്ട്, തീപ്പെട്ടി ഉണ്ട്. ഇവയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ജലത്തിന്റെ ഏതൊക്കെ അവസ്ഥകൾ വിശദീകരിക്കാനാവും രൂപകൽപ്പന ചെയ്ത് പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പരീക്ഷണക്കുറിപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പരീക്ഷണക്കുറിപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നന്നായിട്ട് അറിയാം അല്ലെ, അതിന് പ്രത്യേക സമയമൊന്നും വേണ്ട. ഈ പരീക്ഷണത്തിലെ കണ്ടെത്തലുകൾ ഉപയോഗപ്പെടുത്തി മഴയുണ്ടാകുന്നതിനെ വിശദീകരിക്കാമോ? മഴയുണ്ടാകുന്നത് എങ്ങനെയാന്നുള്ളത് വിശദീകരിക്കാം അല്ലെ. താജ്മഹൽ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? വേഗം പറഞ്ഞോ. താജ്മഹൽ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? വേഗം പറഞ്ഞോളൂ ഉത്തരം. താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? വേഗം പറഞ്ഞോ. താജ്മഹൽ എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പറയടാ മക്കളെ, സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് താജ്മഹൽ? ഉത്തർപ്രദേശിലാണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശിലാണ്. നേരെ നമ്മൾ അടുത്തേക്ക് പോവാണ്. തച്ചോളിയോദയനൻ, ആരോമൽ ചേകവർ, വാളൊക്കെ വീശിട്ട് തീർച്ചയാത്ത ഭാഗ്യം തച്ചോളിയോദയനൻ, ആരോമൽ ചേകവർ തുടങ്ങിയ വീരനായകരെ പരാമർശിക്കുന്ന പാട്ടുകൾ ഏതൊക്കെയാണ്? തെക്കൻ പാട്ടുകള്, വടക്കൻ പാട്ടുകള്, നാഗപ്പാട്ടുകള്, വില്ലടിച്ചാൻ പാട്ടുകൾ. ഏതൊക്കെയാണ്? തെക്കൻ പാട്ടുകളാണോ, വടക്കൻ പാട്ടുകളാണോ, നാഗപ്പാട്ടുകളാണോ, വില്ലടിച്ചാൻ പാട്ടുകളാണോ? തച്ചോളിയോദയനൻ, ആരോമൽ ചേകവർ ഇവരെയൊക്കെ വീരനായകരെ പരാമർശിക്കുന്ന ആ ഒരു പാട്ടുകൾ ഏതാണ്? പറയടാ മക്കളെ. ആ ഒരു പാട്ടുകൾക്ക് പറയുന്ന പേരാണ്. പറഞ്ഞോടാ മക്കളെ. നിങ്ങൾ പറഞ്ഞോ. തെറ്റിപ്പോയാലൊന്നും പ്രശ്നമൊന്നുമില്ല, ഞാൻ 2 അടി തരുന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നും. വടക്കൻ പാട്ടുകൾ ഏതാണ്? വടക്കൻ പാട്ടുകൾ. നേരെ പോവാണ് നമ്മൾ അടുത്തേക്ക് പോവാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? സമാന്തര സ്ഥിരവിന്യാസം ഉള്ള ചെടികളുടെ ഉൾഭാഗം കട്ടി കുറവാണ്. ദ്വിബീജ സസ്യങ്ങൾക്ക് വലക്കണ്ണികൾ പോലുള്ള സ്ഥിരാവിന്യാസമാണുള്ളത്. ബീജ ശീർഷം കാണ്ഡമായി മാറുന്നു. സസ്യങ്ങൾ വളരുമ്പോൾ ബീജപത്രങ്ങൾ വലുതാകുന്നു. സമാന്തര സ്ഥിരാവിന്യാസമുള്ള ചെടികളുടെ ഉൾഭാഗം കട്ടി കുറവാണ്. ദ്വിബീജ സസ്യങ്ങൾക്ക് വലക്കണ്ണികൾ പോലുള്ള സ്ഥിരാവിന്യാസമാണുള്ളത്. ബീജശീർഷം കാണ്ഡമായി മാറുന്നു. സസ്യങ്ങൾ വളരുമ്പോൾ ബീജപത്രങ്ങൾ വലുതാകുന്നു. ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഒന്നുകൂടെ വായിക്കാം. സമാന്തര സ്ഥിരവിന്യാസം ഉള്ള ചെടികളുടെ ഉൾഭാഗം കട്ടി കുറവാണ്. അത് ശരിയാണോ? ശരി. ദ്വിബീജ സസ്യങ്ങൾക്ക് വലക്കണ്ണികൾ പോലുള്ള സ്ഥിരാവിന്യാസമാണ്. അത് ശരിയാണോ? ബീജശീർഷം കാണ്ഡമായി മാറുന്നു. ശരിയാണോ? സസ്യങ്ങൾ വളരുമ്പോൾ ബീജപത്രങ്ങൾ വലുതാവുന്നു. അതല്ലേ തെറ്റായ പ്രസ്താവന. അടുത്തേക്ക്. കൂട്ടത്തിൽ പെടാത്തത് ഏത്? താമര, മലമുഴക്കി വേഴാമ്പൽ, മാങ്ങ, അശോകസ്തംഭം. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? താമര, മലമുഴക്കി വേഴാമ്പലാണ്. മാങ്ങ, അശോകസ്തംഭം. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്? അത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മലമുഴക്കി വേഴാമ്പൽ അല്ലേ? ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറഞ്ഞില്ലേ. ഇങ്ങനെ എങ്ങനെ നമ്മളോട് ഒരാൾ വന്ന് ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഉത്തരങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരണം. എന്തൊരു രസമായിക്കില്ലേ. ഓക്കെ, നമ്മൾ നേരെ പോകാൻ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ഭഗത് സിംഗ്, ജവഹർലാൽ നെഹ്റു, ബാലഗംഗാധര തിലക്, ഗോഖലെ. ആരാണ്? അത് ക്യാമറ തട്ടിയാൽ ക്യാമറയും മൊത്തത്തിൽ വീണ് പോകും കേട്ടോ. അങ്ങോട്ട് പോയിക്കോ. ലൈവ് കട്ടായി പോകും. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ഭഗത് സിംഗ് ആണോ, ജവഹർലാൽ നെഹ്റു ആണോ, ബാലഗംഗാധര തിലകാണോ, ഗോഖലെയാണോ? ആരാണ് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പറഞ്ഞതാരാ? പ്രഖ്യാപിച്ചതാരാ? ബാലഗംഗാധര തിലകനാണ് അല്ലെ. ഇനി നമ്മൾ അടുത്തേക്ക് പോവാണ്. ജീവികളെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന സൂചനകൾ പരിശോധിച്ച് ശരിയായ ക്രമത്തിലുള്ളത് കണ്ടെത്തി എഴുതാൻ വേണ്ടിയിട്ടാണ്. ഏല് തന്നത് ജിറാഫ്, മത്സ്യം, തവള. ആന,
തവള സാലമാണ്ടർ. തവള, ആമ, മത്സ്യം. കാക്ക, തവള, കടൽ കുതിര. ഇതിലേതാണ്? ജിറാഫ്, മത്സ്യം, തവള ഒരു വിധേനയും ശരിയാവില്ല. ആന, തവള, സാലമാണ്ടർ അതും ശരിയാവില്ല. തവള, ആമ, മത്സ്യം അത് ശരിയാകുകയല്ല. പിന്നെ ഏതാ ശരിയാകുക? കാക്ക, തവള, കടൽ കുതിര. അതെന്താവും? അത് ശരിയാവണം. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ്? വേഗം പറഞ്ഞോ, അതിനൊന്നും കൂടുതൽ സമയന്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഒരു പൂവിന്റെ പേരിൽ അറിയപ്പെടുന്ന ആ ഒരു സ്ഥലം എവിടെയാണ്? കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന്റെ പേര് ഒരു പൂവിന്റെ പേരാണ്. പൂവ് അതിന്റെ പേരാണ്. എന്താണ് ആ പൂവ്? തുമ്പയാണ്. തുമ്പപ്പൂവിൻ ചേലുള്ളോളെ. അങ്ങനെ പാട്ടില്ലല്ലോ. പുതിയ പാട്ടുകൾ, അങ്ങനെയുള്ള പാട്ടുകൾ ഉണ്ടാക്കി പാടിക്കൊടുക്കും. സമീപിക്കുക ഷമീൽ സാർ, ടെക്നോളജി. ഓക്കെ, അടുത്തതിലേക്ക്. അസ്ഥിഭംഗം വന്നയാൾക്ക് ഒടിഞ്ഞ ഭാഗം ഇളകാതിരിക്കാൻ ഉപയോഗപ്പെടുത്തുന്നത് എന്താണ്? ഇത് നമ്മൾ ലാസ്റ്റ് ആ പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്ന ആ ഒരു പാഠത്തിൽ നമ്മൾ പഠിക്കുന്നില്ലേ? അസ്ഥിഭംഗം വന്നയാൾക്ക് ഒടിഞ്ഞ ഭാഗം ഇളകാതിരിക്കാൻ ഉപയോഗപ്പെടുത്തുന്നത് എന്താണ്? അസ്ഥിഭാഗം വന്നയാൾക്ക് ഒടിഞ്ഞ ഭാഗം ഇളകാതിരിക്കാൻ ഉപയോഗപ്പെടുത്തുന്നത് എന്താണ്? കൂടുതൽ സമയം വേണ്ടല്ലോ. സ്പ്ലിന്റ്. എന്താണ്? സ്പ്ലിന്റ് അല്ലേ? സംഭവം മനസ്സിലായില്ലേ? ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു പാഠവും ആ ഒരു പേജ് നമ്പറും ആ ഒരു ചിത്രവും ഓർമ്മ വരുന്നില്ലേ? ഓർമ്മ വരണം കേട്ടോ. എന്നാല് കേട്ടോ, സ്പ്ലിന്റ്. റെഡി. പക്ഷികളുടെ വംശനാശത്തിന് കാരണമല്ലാത്തത് ഏത്? വാസസ്ഥലങ്ങൾ നഷ്ടമാവുന്നത്, ഭക്ഷണ ലഭ്യത കുറയുന്നത്, കീടനാശിനി പ്രയോഗം, പക്ഷി സങ്കേതങ്ങൾ സംരക്ഷിക്കുന്നു. പക്ഷികളുടെ വംശനാശത്തിന് കാരണമല്ലാത്തത് ഏത് എന്നാണ്? വാസസ്ഥലങ്ങൾ നഷ്ടമാവുന്നത്, ഭക്ഷണ മക്കളെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളെ കുഴക്കാൻ വേണ്ടിയിട്ട് അതായത് എന്താണ്, തെറ്റായത് ശരിയായത് ഏതാണ്, ശരിയായതിൽ തെറ്റായത് ഏതാണ് എന്നൊക്കെ അങ്ങനെയൊക്കെ ചോദിച്ചോളൂ. അപ്പൊ ഉത്തരം നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിച്ച് പറയണം. ചോദ്യത്തിനനുസരിച്ച് നമ്മൾ ഉത്തരം പറയണം. ഇവിടെ എന്താ ചോദിച്ചത്? പക്ഷികളുടെ പക്ഷികളുടെ വംശനാശത്തിന് കാരണമല്ലാത്തത് വാസസ്ഥലങ്ങൾ നഷ്ടമാവുന്നത്, ഭക്ഷണ ലഭ്യത കുറയുന്നത്, കീടനാശിനി പ്രയോഗം, പക്ഷി സങ്കേതങ്ങൾ സംരക്ഷിക്കുന്നു. ഇതിലേതാ? പക്ഷി സങ്കേതങ്ങൾ സംരക്ഷിക്കുന്നു അല്ലെ? ഇനി അടുത്തത്, ത്രിതല പഞ്ചായത്ത് ഭരണ സംവിധാനത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥലം ഏതാണ്? ഏറ്റവും ഉയർന്ന തലം ഏതാണ്? ത്രിതല പഞ്ചായത്ത് ഭരണ സംവിധാനത്തിലെ ഏറ്റവും ഉയർന്ന തലം എന്ന് പറയുന്നത് ഏതാ? ഏറ്റവും ഉയർന്ന തലം ഏതാ? ജില്ലാ പഞ്ചായത്താണ് അല്ലെ? ജില്ലാ പഞ്ചായത്താണ്. ഇനി അടുത്തത് കുറച്ച് ചെറിയൊരു നിങ്ങളോട് ടാബിൾ ആക്കി എഴുതാനുള്ള ഒരു സംഗതിയാണ്. അത് ഞാൻ ഗ്രൂപ്പിലേക്ക് അയച്ചു തരാം. ഈ ഒരു ഗ്രൂപ്പിൽ, നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ കയറി ജോയിൻ ചെയ്യണേ. അപ്പൊ അതിൽ കയറി ജോയിൻ ചെയ്യുക. 1-2 ഗ്രൂപ്പുകളൊക്കെ അതിലുണ്ട് കേട്ടോ. ഏതാണോ ഫ്രീ ഉള്ള ഗ്രൂപ്പ് അതിൽ കയറി ജോയിൻ ചെയ്യുക. ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. എല്ലാ ഗ്രൂപ്പിലും കൂടെ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു ഗ്രൂപ്പിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, റെഡി. അപ്പൊ LSS എന്ന് പറയുന്ന ഈ ഒരു എക്സാം നമ്മൾ വിജയിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ 100% ഷുവറാണ് നമ്മൾ വിജയിക്കുന്നുള്ള കാര്യം. നമ്മൾ വിജയിച്ച് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്? ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലടാ മക്കളെ. ആ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ നമ്മൾ വേണ്ട എല്ലാവിധ പണികളും നമ്മൾ എടുത്തിരിക്കും. അതിലെടുക്കുന്ന ഒരു പണിയാണ് ഇപ്പോഴത്തെ പണി. ഒരു അരമണിക്കൂർ ഈ ക്ലാസ് കേൾക്കുക എന്ന് പറയുന്നത് അല്ലേ? ഈ ക്ലാസ് കേട്ടതിൽ കൂടെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും എന്നുള്ള കാര്യം 100% ഞാൻ എഴുതി ഒപ്പിട്ടുതരാം. കിട്ടും എന്നുള്ള കാര്യം. അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ കുട്ടികളുടെ ആ ഒരു കമന്റ് ഒക്കെ ഒന്ന് എടുത്തു നോക്കി. എത്ര കുട്ടികൾ നമ്മുടെ ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞെന്ന് വന്നിട്ടുണ്ടാ. ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നതിൽ നമ്മൾ പറഞ്ഞെന്ന് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരം ഉണ്ടാവുകയും ചെയ്യും. അന്ന് നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ ഇങ്ങനെ തലകുലുക്കി കളിക്കുന്ന, ഈ കണ്ണടയിട്ട മുടി ഇളക്കി കളിക്കുന്ന, കോപ്രായങ്ങൾ കളിക്കുന്ന എന്നെ നിങ്ങൾ ഓർക്കും. ഉറപ്പുള്ള കാര്യമാണ്. നിങ്ങൾക്ക് നന്നായിട്ട് പരീക്ഷ എഴുതാൻ പറ്റട്ടെ. LSS എന്ന് പറയുന്ന ആ ഒരു ഡ്രീം, നമ്മുടെ മൈൻഡിൽ കയറിയിരിക്കുന്ന ആ ഒരു ഡ്രീം എൻ്റെ എല്ലാ മക്കൾക്കും അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. LSS എന്ന് പറയുന്ന ഡ്രീം, LSS ഈസ് അവർ ഡ്രീം, LSS ഈസ് അവർ ഡ്രീം, LSS ഈസ് അവർ ഡ്രീം ഒന്ന് പറഞ്ഞു നോക്കടാ മക്കളെ. LSS ഈസ് അവർ ഡ്രീം അല്ലേ?
എവിടെയെങ്കിലും കാണുന്ന ഒരു കോലത്തിൽ, നിങ്ങൾ കാണുന്ന ഒരു കോലത്തിൽ എവിടെയെങ്കിലും എഴുതി വെക്കുക, ഒരു പേപ്പറിൽ LSS ഈസ് മൈ ഡ്രീം എന്ന് എഴുതി വെക്കുക. ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കഷ്ടപ്പെട്ട് നമ്മൾ പഠിക്കുക. ഉറക്കൊഴിഞ്ഞ് പഠിക്കാനല്ല പറയുന്നത്, ഉറക്ക് നന്നായിട്ട് ഉറങ്ങണം. നമുക്ക് എത്രയാണോ സമയം, ആ ഒരു സമയം 6-7 മണിക്കൂർ നന്നായിട്ട് നമ്മൾ ഉറങ്ങണം. ബാക്കിയുള്ള സമയങ്ങളിൽ നന്നായിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് പഠിക്കുക. LSS എന്ന് പറയുന്ന ആ ഒരു കടമ്പ ഒന്നും പറയാൻ പറ്റില്ല, സിമ്പിൾ സാധനമാണ്. അതങ്ങോട്ട് ജയിക്കുകയൊക്കെ ചെയ്യും. ജയിക്കാനല്ല നമ്മൾ നോക്കുന്നത്, ജയിക്കാൻ എന്താ ജയിക്കുക, നമ്മുടെ ലക്ഷ്യം എന്താ, ഫുൾ മാർക്ക്. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത കോപ്രായങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോകളായിട്ട് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയൊക്കെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ചക്കരമക്കൾക്കും ലവ് യു, ബൈ ബൈ, ടാറ്റ.